ദേ ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് സാമ്പ്രാണിക്കൊടി തുരുത്തി നിമിഷ നേരം കൊണ്ട് കൊല്ലത്തുനിന്ന് ഓടിയെത്തി. എത്ര കാണുന്നു അത്രയും ഈ പ്രാക്കുളത്തിന്റെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ എല്ലാവരും നിരാശപ്പെടുന്ന ഒരു സമയമുണ്ട് കേട്ടോ. നമസ്കാരം ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ശോഭിസ്നേഹരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സാമ്പ്രാണിക്കൊടിയുടെ അവിടേക്കാണ്. അജിത് ബ്രോയും ജെറിനും വന്നിട്ടുണ്ട് നാട്ടിൽ. അപ്പോൾ നമ്മൾ നാളെ തിരിച്ചു പോവാണ് UAE-യിലേക്ക്. അപ്പോൾ അവിടുന്ന് കുറച്ച് മീനൊക്കെ എടുക്കണം. പറ്റുവാണെങ്കിൽ സ്ഥലമൊക്കെ ഒന്ന് കാണണം. മീനെടുക്കാനുള്ള തെർമോക്കോൾ ബോക്സും നമ്മുടെ ചരുവും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫാമിലിയായിട്ട് കുറച്ച് പേരുണ്ട്. എല്ലാവരും കൂടെ നമ്മളൊന്ന് പോയി നോക്കുകയാണ്. ഇതുവരെ പോയി ഇങ്ങനെ മീനെടുത്തൊന്നും പരിചയമില്ല. ഏതായാലും അവിടെ നമ്മുടെ ആൾക്കാരുള്ളപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ. അപ്പോൾ ഏതായാലും നമ്മുടെ യാത്രയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം മച്ചാന്മാരെ, ഇപ്രാവശ്യം നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ ഗരുഡവാഹനമായ ജീപ്പിലാണ് യാത്ര കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ യാത്രയിൽ നമ്മുടെ കൂടെ സാമ്പാപ്പനും ലിയോണമോളും ടിസിച്ചേട്ടത്തിയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പശത്തിരിക്കുന്നത് കൊച്ചുപ്പാപ്പനും തോമാച്ചാനപ്പച്ചനും ആണ് കേട്ടോ. മച്ചാന്മാരെ, നമുക്ക് അങ്ങനെ 1.5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര ഒടുവിൽ കൊല്ലം ജില്ലയിലെ മനോഹരമായ തീരദേശ ഗ്രാമമായ പ്രാക്കുളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേ കണ്ടില്ലേ പ്രാക്കുളത്തിന്റെ ഭംഗി. മച്ചാന്മാരെ, ഈ മനോഹരമായ ഗ്രാമപ്രദേശത്താണ് നമ്മുടെ അജിത് ബ്രോയുടെ വീട് കേട്ടോ. ഞങ്ങൾ മാത്തെന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജെറിൻ ബ്രോയുടെ വീടും ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് നീങ്ങിയിട്ടാണ്. ഈ വരുന്നതാണ് നമ്മുടെ അജിത് ബ്രോ. നമ്മുടെ ജെറിൻ ബ്രോയെ വിളിച്ചപ്പോൾ പുള്ളി കൊല്ലത്ത് നിൽക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അജിത് ബ്രോ വന്ന് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോഴത്തേക്കിന് എന്റെ കൂടെ ഉള്ളവരെ ആരെയും കാണുന്നില്ല കേട്ടോ. തപ്പിപ്പിടിച്ച് ചെന്നപ്പോ അജിത് ബ്രോയുടെ വീടിന്റെ പുറകിലത്തെ കായൽ കാഴ്ചകളും തണുത്ത കാറ്റും ആസ്വദിച്ച് എല്ലാവരും ഇവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അല്ല, അവരെയും കുറ്റം പറയാനൊക്കത്തില്ല. മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. മനോഹരമായി കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന കായലും അങ്ങേ കരയും അതിന്റെ നടുക്കൂടെ കായലിന്റെ ഓളപ്പരപ്പിലൂടെ കടന്നു പോകുന്ന ഹൗസ് ബോട്ടുകളും ചീനവലയും ഒരു അന്യായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഒന്നുമല്ല, ഇനിയും മനോഹരമായ കാഴ്ചകളുണ്ട്. ഇവിടെ ഇന്ന് സമയം കളയണ്ടെന്ന് പറഞ്ഞ് നമ്മളെയും വിളിച്ചുകൊണ്ട് അജിത് ബ്രോ വീട്ടിലേക്ക് പോയി. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത് കേട്ടോ. ജെറിൻ ബ്രോ വന്നിട്ടുണ്ട്. നമ്മളെ പറ്റിച്ചതാണ്, കൊല്ലത്താണെന്ന് പറഞ്ഞ് നേരത്തെ. നിമിഷ നേരം കൊണ്ട് കൊല്ലത്തുനിന്ന് ഓടിയെത്തി. അങ്ങനെ അവരെ അജിത് ബ്രോയുടെ വീട്ടിലാക്കി നമ്മൾ ഈ ഗ്രാമപ്രദേശത്തിലെ റോഡിലൂടെ നല്ലൊരു യാത്ര ചെയ്തു കേട്ടോ. നമ്മുടെ ജെറിൻ ബ്രോയുടെ വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു തിരിച്ചു വരാനുള്ള പ്ലാനാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ജെറിൻ ബ്രോയുടെ വീട്. അങ്ങനെ ജെറിൻ ബ്രോയുടെ വീടും വിസിറ്റ് ചെയ്ത് അവിടുന്ന് നമ്മളെ ജെറിൻ ബ്രോയുടെ ഒരു കസിൻ ആയിട്ടുള്ള റോബിൻ ബ്രോയും അജിത് ബ്രോയുടെ അവരുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ കൊണ്ടുവരുവാണ് കേട്ടോ. എന്റെ പൊന്നു മച്ചാന്മാരെ, ദോഷം പറയരുതല്ലോ. നമ്മൾ എത്ര കാണുന്നു അത്രയും ഈ പ്രാക്കുളത്തിന്റെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. തല ഉയർത്തി നിൽക്കുന്ന തെങ്ങും കൂട്ടങ്ങളും മനോഹരമായ പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിൽ നിന്ന് അടിക്കുന്ന തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പ്രാക്കുളം ഉണ്ടല്ലോ. എന്റെ ഈ വോയിസ് ഓവർ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും ഞാൻ ഒരുപാട് കാവ്യാത്മകത കേട്ടി എക്സാജുറേറ്റ് ചെയ്ത് പറയുവാണെന്ന്. എന്നാൽ നമ്മുടെ ഡ്രോൺ കുട്ടൻ പകർത്തിയ ഈ ആകാശക്കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന വാക്കുകളോട് 100% യോജിക്കുമെന്ന്. അങ്ങനെ മച്ചാന്മാരെ, അവിടെ നിന്ന് കുറെ ആകാശക്കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത ശേഷം നമ്മളിപ്പോ ഈ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ട്രെൻഡിങ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ സാമ്പ്രാണിക്കൊടിയിലേക്കാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് സാമ്പ്രാണിക്കൊടി തുരുത്തിലേക്ക് പോകാനുള്ള ബോട്ടുകൾ കിട്ടുന്നത്. അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. മനോഹരമായ ഒരു കപ്പേളെ നീണ്ടു നിവർന്നു നിൽക്കുന്ന ചീനവലകളുടെ നിരകളും കൂട്ടം കൂടി നിൽക്കുന്ന ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ. ഏതായാലും നമ്മുടെ സ്വന്തം ആൾക്കാർ മാത്തനും ചെറിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ വരാനോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ മച്ചാന്മാരെ, അങ്ങ് അകലെ കാണുന്നില്ലേ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം കായലിന്റെ നടുക്ക്? അതാണ് സാമ്പ്രാണിക്കൊടി കേട്ടോ. ഏതായാലും മച്ചാന്മാരെ, ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ സാമ്പ്രാണിക്കൊടി പോയിട്ടേ പോകത്തുള്ളൂ. മീനെടുക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമതേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പം മച്ചാന്മാരെ, വണ്ടി പാർക്ക് ചെയ്തിട്ട് ജെറിയും റോബിൻ ബ്രോയും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവരെ വിളിച്ചു നോക്കി. അവർ വരുന്നില്ലെന്നാ പറഞ്ഞത് സാമ്പ്രാണിക്കൊടിയിലേക്ക്. അവർ സ്ഥിരം കാണുന്ന കാഴ്ച ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ മച്ചാന്മാരെ, ഇവിടുന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ആർച്ച് ഉണ്ട്. അതിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കടവിൽ വന്ന് അവിടെ വരുന്ന ഒരു ബോട്ടിൽ കയറി വേണം നമുക്ക് പോകാൻ. ഇന്ന ബോട്ടൊന്നുമില്ല, ഏത് ബോട്ടിൽ വേണേലും പോകാം. അധികമൊന്നും കാത്തു നിൽക്കേണ്ട വരത്തില്ല. ആവശ്യത്തിന് ബോട്ടുകളുണ്ട്. ഇങ്ങനെ എപ്പോഴും വന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ അവിടെ കൊണ്ടുവിട്ടിട്ട് ആ ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യത്തില്ല, തിരിച്ചു പോരും. അങ്ങനെ മച്ചന്മാരെ, നമുക്കും ഒരു ബോട്ട് വന്നിട്ടുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ ഇനി സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്കും നമ്മുടെ കൂട്ടത്തിൽ വന്നവർക്കും അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഓളത്തിനനുസരിച്ച് അനങ്ങുന്ന ബോട്ട്
തുരുത്തിലേക്ക് കയറാനൊക്കെ. ഏതായാലും അജിത് ബ്രോയും ജെറി ബ്രോയും കൂടെ നമ്മളെ സുരക്ഷിതമായിട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു ബോട്ട് വന്നു, ഒരു ചുമന്ന ബോട്ട്. അത് നമ്മുടെ ജെറി ബ്രോയുടെ സ്വന്തം ബോട്ടാണ് കേട്ടോ. അതേ മച്ചന്മാരെ, ഈ കാണുന്ന ചുമന്ന ഇമ്മാനുവൽ എന്ന് പറയുന്ന ബോട്ട് നമ്മുടെ ജെറി ബ്രോയുടെയാണ്. അതുപോലെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ജെറി ബ്രോയുടെ ഫാദർ തന്നെയാണ്. അങ്ങനെ മച്ചന്മാരെ, ഏതായാലും നമ്മുടെ സാമ്പ്രാണിക്കൊടി തുരുത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. ബോട്ടിൽ അത്യാവശ്യം നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇവർ നോക്കുന്നുണ്ട്. അങ്ങനെ മച്ചന്മാരെ, നമ്മൾ ഏകദേശം സാമ്പ്രാണിക്കൊടി തുരുത്തിനോട് അടുത്തിരിക്കുകയാണ്. ദേ ഇതാണ്, ഈ കൊടികളാണ് ഈ സാമ്പ്രാണിക്കൊടി തുരുത്തിന്റെ ബൗണ്ടറി. ഇതിനപ്പുറത്തേക്ക് ആഴം കുറവുള്ള സ്ഥലവും ഇപ്പുറത്തേക്ക് ആഴം കൂടുതലുള്ള സ്ഥലവുമാണ്. അങ്ങനെ മച്ചന്മാരെ, നമ്മൾ യാത്രയ്ക്കൊടുവിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ സാമ്പ്രാണിക്കൊടി തുരുത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മച്ചന്മാരെ. ദേ ഈ കാണുന്നത് പോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മെറ്റീരിയൽ വെച്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പം മച്ചന്മാരെ, ദേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എക്സ്പ്ലോറേഷൻ തുടങ്ങുകയാണ്. നമ്മൾ കരയ്ക്ക് വെച്ച് കണ്ട ജനക്കൂട്ടത്തിന്റെ ഒരു ഡബിളോ ട്രിപ്പിളോ ഇരട്ടി ആൾക്കാർ ഇവിടെ നിപ്പുണ്ട് ഓൾറെഡി. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നവരാരും പെട്ടെന്നൊന്നും പോകത്തില്ല, കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു സ്പോട്ട് കൂടാണ് ഈ സാമ്പ്രാണിക്കൊടി കേട്ടോ. അപ്പൊ ചെങ്ങായിമാർ, ഇവിടെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും വന്നിട്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും നിരാശപ്പെടുന്ന ഒരു സമയമുണ്ട് കേട്ടോ. ഇവിടുന്ന് തിരിച്ചു പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഏതായാലും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ സാമ്പ്രാണിക്കൊടി നമുക്ക് സമ്മാനിച്ചത്. ഇവിടുത്തെ ഈ കണ്ടൽക്കാടിന്റെ നടുക്കൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഒരുപാട് വ്യത്യസ്തങ്ങളായ കണ്ടൽ ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മച്ചന്മാരെ, ഇപ്പൊ ഏകദേശം ഒരു 12-12:30 സമയമായിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഇവിടെ നിന്നാൽ അതൊന്നും തോന്നത്തില്ല കേട്ടോ. നല്ല അഷ്ടമുടിക്കായലിന്റെ പരപ്പിക്കൂടെ വരുന്ന നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വന്നവരാരും പെട്ടെന്ന് പോകാത്തത്, എൻജോയ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇവിടം വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് തങ്ങളുടെ യാത്രകളൊക്കെ ഓർമ്മകളാക്കി സൂക്ഷിക്കുവാൻ അവിടെവിടങ്ങളിലായിട്ട് ഇതുപോലെ ഫോട്ടോ സ്പോട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കും ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ചേറെ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ. അങ്ങനെ മച്ചന്മാരെ, ഇവിടേക്ക് യാത്രക്കാരെയും കൊണ്ടുവരുന്ന വള്ളങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന കുട്ടികളുടെ കളിയും ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കിന് നമുക്കും ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടി. അങ്ങനെ നമ്മുടെ യാത്രയും കുറച്ച് ഓർമ്മകളാക്കുവാനായിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ സൂക്ഷിച്ചു. ഇതൊക്കെ എടുത്ത് മുകളിലേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ചെമ്പരുന്തിനെ കണ്ടു കേട്ടോ. ഇവരെ പേടിച്ചാണ് ഞാൻ മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ഡ്രോണൂട്ടനെ എടുത്ത് പുറത്ത് പ്രയോഗിക്കാത്തത്. ഏതായാലും മച്ചന്മാരെ, ഈ സാമ്പ്രാണിക്കൊടി തുരുത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു വേദനാജനകമായ കാഴ്ച നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് പ്ലാസ്റ്റിക്. ഇവിടെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഈ കാഴ്ചകളൊന്നും അധികം മുന്നോട്ട് പോകുന്നു. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഡയപ്പറും അതും ഇതും എല്ലാം ഇവിടെ വെറുതെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വാരി ഇടുകയാണ്. നമുക്കൊരു റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമ്മുടെ സർക്കാരും ടൂറിസം ഡിപ്പാർട്ട്മെന്റും പദ്ധതികൾ ആവിഷ്കരിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ വരും തലമുറകൾക്ക് ഇത്രയും മനോഹരമായ നമ്മുടെ സാമ്പ്രാണിക്കൊടി തുരുത്ത് പോലുള്ള മനോഹരമായ സ്ഥലങ്ങളുടെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. അപ്പം മച്ചന്മാരെ, നമ്മൾ സാമ്പ്രാണിക്കൊടി തുരുത്ത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ എക്സ്പീരിയൻസും എല്ലാം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ ആലോചിച്ച് കൂട്ടി. ഇവിടുത്തെ ഒരുപാട് ലോക്കൽസിന് ഒരുപാട് ഉപജീവന മാർഗം കൊടുത്തു ഈ സാമ്പ്രാണിക്കൊടി തുരുത്ത്. ഇവിടുത്തെ ബോട്ടുകളെല്ലാം ഇവിടുത്തെ ആൾക്കാരുടെ തന്നെ സ്വന്തം ബോട്ടുകളാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഓടുന്നത്. ഇവിടെ ഇതുപോലെ കുറെ കച്ചവട സ്ഥാപനങ്ങൾ വന്നു, പാർക്കിംഗ് ഏരിയകൾ കൊടുത്ത് അവർക്ക് അതിൽ നിന്നൊരു വരുമാനം വന്നു. അപ്പം മച്ചാന്മാരെ, ഈ നാട്ടുകാർക്കും ഗവൺമെന്റിനും അതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ ഇത്രയും വരുമാനം നൽകി കൊടുക്കുന്ന ഈ ഒരു സ്ഥലം സംരക്ഷിക്കുക എന്നുള്ളത് ഇവരുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുപോലെ തന്നെ വിസിറ്റ് ചെയ്യുന്ന നമ്മുടെയും ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ഗവൺമെന്റ് ഒരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ റെഡിയാക്കി അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് അത്യന്താപേക്ഷിതമാണ്. ഏതായാലും ഈ ഒരു സ്ഥലത്തെ പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കിട്ടിയ അവസരം വരും തലമുറകൾക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ബാക്കി കാഴ്ചകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പം മച്ചാന്മാരെ, നമ്മൾ ഇവിടുത്തെ കണ്ടൽക്കാടിനകത്തൂടുള്ള എക്സ്പ്ലോറേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കുറേ നേരമായിരിക്കും നമ്മൾ വന്നിട്ട് നമുക്ക് തിരിച്ച് മടങ്ങിപ്പോകാനുള്ളതാണ്. നാളെ എനിക്ക് UAE ഫ്ലൈറ്റാണ്, തിരിച്ചു പോകാനുള്ളതാണ്. അപ്പം നമ്മൾ തൽക്കാലം ഇവിടുത്തെ യാത്രകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് പോകാനായിട്ട് കയറിയിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ ഒരു ബോട്ട് വേണേലും തിരിച്ചു പോകാൻ ഏത് ബോട്ടേ വേണേലും നമുക്ക് കയറാം കേട്ടോ. ഇവിടെ വരുന്ന അടുത്ത ബോട്ടേ പോകാമെന്നുള്ള പ്ലാനിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. ആ കുരിശിൻ്റെ അവിടെയാണ് സാമ്പ്രാണിക്കൊടിയുടെ
ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും എല്ലാം. അപ്പൊ മച്ചാമാരെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് സാമ്പ്രാണിക്കൊടി യാത്ര. അപ്പൊ നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. ഏതായാലും ജെറിനും മാത്തിനും ഒക്കെ അവിടെ നിപ്പുണ്ട്, പോയി കാണണം. അവിടെ നിന്ന് നമുക്ക് കുറച്ച് മീൻ എടുത്തോണ്ട് നാളത്തെ യാത്രയ്ക്ക് പോകണം. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ ഇസ്മി ശോഭന സ്മാർട്ട് സൈനിങ് ഓഫ്.